പരാതിക്കാരൻ നമ്മോടൊപ്പം ഉണ്ട്. രാജേഷ് പൊന്നുംപുരയിടം. അദ്ദേഹം ആവോലി പഞ്ചായത്ത് 14-ാം വാർഡ് മെമ്പർ കൂടിയാണ്. ശ്രീ രാജേഷ്, താങ്കൾ എങ്ങനെയാണ് ഇതിൽ ഒരു പരാതിക്കാരനായി എത്തുന്നത്? നമസ്കാരം. ഞാൻ ആവോലി പഞ്ചായത്ത് മൂവാറ്റുപുഴ 14-ാം വാർഡ് മെമ്പറാണ്. നമ്മൾ ഇതിനകത്ത് ബന്ധപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ, സീഡ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മൂവാറ്റുപുഴ ഒരു സീഡ് സൊസൈറ്റി രൂപീകരിക്കപ്പെട്ടു. അതിന്റെ ചെയർമാനും വൈസ് ചെയർമാനും CDS തലത്തില് മൂവാറ്റുപുഴയിൽ ഒരു കൗൺസിലർ ഉണ്ടായിരുന്നു. ആ കൗൺസിലറുടെ നേതൃത്വത്തില് ഒരു സൊസൈറ്റി രൂപീകരിക്കും. അനന്തു അതിൻ്റെ അത് കൈകാര്യം ചെയ്ത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. അത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരികയും ചെയ്തു. വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ മാക്സിമം വാട്സപ്പ് ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്തു. അതിനകത്ത് നമ്മൾ ഗുണഭോക്താക്കളെ കണ്ടു. ഗുണഭോക്താക്കൾ നമ്മുടെ അടുത്ത് വന്നു, ഇന്ന അക്കൗണ്ടിലേക്ക് പൈസ അടയ്ക്കാൻ പറഞ്ഞു. HDFC ബാങ്കിലേക്ക്, ആനന്ദകൃഷ്ണൻ കൈകാര്യം ചെയ്യുന്ന ബാങ്കിലേക്ക് പൈസ അടച്ചു. അങ്ങനെ കുറച്ച് പൈസ അടച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ലാപ്ടോപ്പും തയ്യൽ മെഷീനും സപ്ലൈ ചെയ്യാൻ സാധിച്ചു. അത് വിശ്വാസം എടുത്തുകൊണ്ട് എത്ര എണ്ണം കൊടുത്തു? ഏകദേശം 20, ഞാൻ വഴി ബന്ധപ്പെട്ട് 20 ലാപ്ടോപ്പും 20 തയ്യൽ മെഷീനും കൊടുത്തിട്ടുണ്ട് ആവോലി പഞ്ചായത്തില്. അത് കൊടുക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞാണ് ഈ 2 വീലറിന്റെ കേസ് വരുന്നത്. 2 വീലറിന്റെ കേസ് 1/6 ജൂൺ 1-ാം തീയതി പൈസ അടച്ചവരാണ്. ജൂൺ 1/6. അത് കഴിഞ്ഞപ്പോൾ മൂവാറ്റുപുഴ ടൗൺ ഹാളില് ഒരു ഗൂഗിൾ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. മഹാസംഭവമായിട്ട് ടൗൺ ഹാളില് വിളിക്കുകയാണ്. KM ജോർജ് മെമ്മോറിയൽ ടൗൺ ഹാളിൽ ഇത് ഗൂഗിൾ ഫോം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് ഈ ഗുണഭോക്താക്കളെ എല്ലാം ഏകദേശം 1350 അവരുടെ ബന്ധുക്കാരും ഏകദേശം 2500 ആൾക്കാർ അവിടെ വന്നു. അവിടെ വെച്ച് ഓൺലൈനായിട്ടാണ് ഈ ഗൂഗിൾ ഫോം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലൊരു ഫോം നമുക്ക് തരികയും അവിടെ വെച്ച് ഗൂഗിൾ ഫോം രജിസ്റ്റർ വണ്ടിയുടെ കളറ്, ബാക്കി പൈസ അടച്ചതിന്റെ റെസിപ്റ്റ്, ഇതിന്റെ എല്ലാം ആധാർ കാർഡ്, ലൈസൻസിന്റെ കോപ്പി, ഇതെല്ലാം രേഖാമൂലം മേടിക്കുകയും ചെയ്തു. ആ സംഭവത്തില് അവിടെ വന്നപ്പോൾ അതിന്റെ ഒരു മീറ്റിങ്ങിന്റെ ഒരു ഫ്ലെക്സിന്റെ ഞാൻ കാണിച്ചില്ല. ആ ഫ്ലെക്സിൽ പങ്കെടുത്തത് മാത്യു കുഴൽനാടിന്റെ പേരുണ്ട്, ഡീൻ കുര്യാക്കോസ് ഉണ്ട്, മൂവാറ്റുപുഴ ബ്ലോക്ക് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ, നമ്മുടെ അതുപോലെ തന്നെ അനന്തകുമാർ, മൂവാറ്റുപുഴ ചെയർപേഴ്സൺ PP എൽദോസ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് PP എൽദോസ് ആണ്. അവിടെ വെച്ച് ഒരു വണ്ടി കൊടുക്കുകയും ചെയ്തു. ഗുണഭോക്താവിന് ഒരു വണ്ടി അവിടെ വെച്ച് സംഭാവന. ഏകദേശം അത് വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഞങ്ങളെ പോലുള്ള ജനപ്രതിനിധികളെ ഒരു മെസ്സേജ് തന്നിട്ട് ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ചതിക്കപ്പെടുക ചെയ്ത്. നമുക്ക് ആദ്യഘട്ടത്തില് മൊബൈലും തയ്യൽ മെഷീനും ലാപ്ടോപ്പും ലഭിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ സ്കൂട്ടറിന്റെ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്കൂട്ടർ വന്നു കഴിഞ്ഞപ്പോൾ ആകെ അത് തകിടം മറിഞ്ഞു. മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് പ്രമീള ഗിരീഷ് കുമാർ, മൂവാറ്റുപുഴ കൗൺസിലറായിരുന്ന പ്രമീള ഗിരീഷ് കുമാർ കൊടുത്ത പരാതിയുടെ അനുസരിച്ച് അനന്തകൃഷ്ണനെ അറസ്റ്റ് ചെയ്യുകയും അതിന്റെ അന്വേഷണത്തിൽ തുടരന്വേഷണം മൂവാറ്റുപുഴയാണ് ഈ കേസ് ആദ്യം രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്. നമ്മൾ പരാതി എല്ലാം മൂവാറ്റുപുഴ സ്റ്റേഷനിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിശ്വാസത്തിന് നമ്മളിൽ വിശ്വാസം എടുത്തുകൊണ്ട്, അത് ജനപ്രതിനിധികളായിട്ട് നമ്മൾ പറയുമ്പോൾ ആ വിശ്വാസം എടുത്തുകൊണ്ട് നമ്മളെ കബളിക്കപ്പെടുകയാണ് ചെയ്തത്. ഇതിനകത്ത് ഏകദേശം എന്റെ മകൾ ഉൾപ്പെടെ 20ഓളം പേര് ഇതിനകത്ത് പൈസ അടച്ചിട്ടുണ്ട്. അവര് ടൗൺ ഹാളിൽ നടത്തിയതിന്റെ എല്ലാം, അതായത് ഇത് ഡീൻ കുര്യാക്കോസ് വണ്ടി കൊടുക്കുന്നതിന്റെ ഡീറ്റെയിൽ ആണിത്. നിങ്ങൾ ഇതിനു ശേഷം ഈ നേതാക്കളെ ബന്ധപ്പെട്ടിരുന്നോ? അവർ ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളോട് പ്രതികരിക്കുന്നത്? ഇതിനോട് സഹകരിച്ചതിനെ എങ്ങനെയാണ് അവർ വിശദീകരിക്കുന്നത്? ഡീൻ കുര്യാക്കോസ് ആയാലും ഈ മാത്യു കുഴൽനാടനായാലും ഒക്കെ നമ്മളിപ്പം ഇവരൊക്കെ ജനപ്രതിനിധികൾ, അവർ വിളിക്കപ്പെടുന്നിടത്ത് ഇങ്ങനെ സപ്ലൈ ചെയ്യാനും അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യാനും പോയിക്കൊണ്ടിരിക്കും. അവർക്കൊന്നും ഇതിനകത്ത് നേരിട്ട് ബന്ധങ്ങൾ കാണില്ല. പക്ഷെ ഇവരെ സമൂഹത്തില് നിർത്തിക്കൊണ്ട് ഞങ്ങളെപ്പോലെയുള്ളവരെ വിശ്വാസത്തിൽ, അതുപോലെ സാധാരണക്കാരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അവരിന്നത്തെ ജനപ്രതിനിധികളെ സംബന്ധിച്ച് 50% ഒരു ഗൃഹോപകരണം അല്ലെങ്കിൽ ഇങ്ങനെ സാധനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഉദ്ഘാടനത്തിനോ കാര്യങ്ങൾക്കോ പോയിരിക്കും. അതിനകത്ത് തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ ഇതിൽ എന്താ പാളിച്ച പറ്റിയെന്നും ഈ അനന്തകുമാറിന്റെ പല അക്കൗണ്ടുകളിലേക്ക് വന്ന പൈസകൾ, മൂവാറ്റുപുഴ സീഡ് സൊസൈറ്റി, അതുപോലെ സിയാഡ്സ്, തൊഴിൽ കേന്ദ്രം സിയാഡ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വന്ന അക്കൗണ്ടുകളിൽ നിന്ന് പൈസ എങ്ങനെയാണ് പോയിരിക്കുന്നത് വിശദമായിട്ട് അന്വേഷിക്കണം. തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഈ സാധാരണക്കാരെ പൈസ, എന്നെ പോലെയുള്ള എൻ്റെ കൊച്ചിന്റെ പൈസ അടച്ചിട്ടുണ്ട്, ഞാനുമായി ബന്ധപ്പെട്ട് 20 പേരുടെ പൈസ അടച്ചിട്ടുണ്ട്. അതൊക്കെ തിരിച്ചു കൊടുക്കാനുള്ള നടപടി ഇവിടെ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഈ കൊടുത്തവരുടെ പൈസ കിട്ടാനുള്ള നടപടികളിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. പരാതി കൊടുത്തില്ലേ?
പരാതി കൊടുത്തു. എല്ലാവരുടെയും ഞാൻ ബന്ധപ്പെട്ട എല്ലാവരുടെയും പേര് പരാതി കൊടുത്തു. അവരവരുടെ മൊബൈലിലേക്ക് SMS ആയിട്ട് പരാതി രജിസ്റ്റർ ചെയ്ത് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് SMS ആയിട്ട് അവർക്ക് മെസ്സേജും കിട്ടിക്കഴിഞ്ഞു. അവരുടെ പൈസ കൊടുത്തതിന്റെ ഡോക്യുമെന്റ്, ആധാർ കാർഡിന്റെ കോപ്പി, ഗൂഗിൾ ഫോം രജിസ്റ്റർ ചെയ്തതിന്റെ കോപ്പി എല്ലാം സ്റ്റേഷനിൽ കൊടുത്ത് പരാതി രജിസ്റ്റർ ചെയ്ത് അതാത് ഗുണഭോക്താവിന്റെ രീതിയിലേക്ക് മൊബൈലിലേക്ക് SMS ക്രൈം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത്രയും കാര്യം നമുക്ക് ചെയ്യും. ഇനി പൈസ കിട്ടുമോ കിട്ടാതിരിക്കുമോ, ഇതിനകത്ത് ഈ പത്രമാധ്യമങ്ങളിൽ വരുന്ന നമ്മൾ നടക്കുമ്പോൾ 10 ലക്ഷം രൂപയൊക്കെ ഓരോരുത്തർ ഓരോ മാസം മേടിച്ചുകൊണ്ട് പോകുന്നു. വക്കീൽ ഫീസായിട്ട് 46 ലക്ഷം മേടിച്ചുകൊണ്ട് പോകുന്നു. അനന്തകുമാറിന്റെ മാസം 10 ലക്ഷമായിരുന്നു അനന്തകുമാറല്ല മറ്റേ അനന്തകുമാർ 10 ലക്ഷം മേടിച്ചോണ്ട് അതൊക്കെ ന്യൂസിൽ വരുന്ന കണ്ടുകൊണ്ടാ പറഞ്ഞു. അതിന്റെ ആധികാരികം എന്തെന്ന് നമുക്കറിയില്ല. അതൊക്കെ അന്വേഷിക്കണം. പോലീസിന് കൊടുത്ത മൊഴിയായി വന്ന വിവരങ്ങളാണ്. അതെ. അതുപോലെ തന്നെ വക്കീൽ ഫീസ്, ലീഗൽ അഡ്വൈസർ ആയിട്ട് 46 ലക്ഷം രൂപ മേടിക്കുക. ഇടുക്കി പാർട്ടിയിലേക്ക് 2 ലക്ഷം, നവകേരള സദസ്സിലേക്ക് 7 ലക്ഷം രൂപ കൊടുക്കുക. ഇതൊക്കെ കൊടുത്തത് സാധാരണ ഞങ്ങളെ പോലെയുള്ള ആൾക്കാരുടെ കണ്ണീരിന്റെ പൈസയാണ് കൊടുത്തിരിക്കുന്നത്. അത് തിരിച്ചു പിടിക്കാനുള്ള നടപടിയും അതുപോലെ തന്നെ ഈ പൈസ അക്കൗണ്ടിലേക്ക് കൊടുത്ത് ക്ലിയർ ആയിട്ട് രേഖയുണ്ട്. അക്കൗണ്ടിലേക്ക് പൈസ കൊടുത്തതിന് ആരും ക്യാഷ് ആയിട്ട് പേയ്മെന്റ് നടത്തിയിട്ടില്ല. അക്കൗണ്ടിലേക്കാണ് കൊടുത്തേക്കുന്നത്. ഫോളോ അപ്പ് എടുത്ത് ആരുടെ പേരിലാണ് പൈസ എടുത്ത് അവരുടെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ചെയ്യാനുള്ള സംവിധാനമാണ് വേണ്ടെന്നായി പറയുന്നത്. ഞങ്ങളൊക്കെ പുറത്തിറങ്ങാൻ പല കോർഡിനേറ്റർമാരെയും ബന്ധപ്പെടുമ്പോൾ പലയിടത്തെയും പല രൂപത്തിലാണ് അവരോട് പരാതിക്കാരോട് പറയുന്നത്, ഇനി പരാതി കൊടുക്കാൻ പോകരുത്, അതായത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കരുത്, അനന്തകൃഷ്ണൻ ഒന്ന് പുറത്തിറങ്ങിയാലല്ലേ പണം തരാൻ പറ്റൂ എന്ന്. അത് വിശ്വസിച്ചിരിക്കുന്ന ഒരു വിഭാഗം കൂടിയുണ്ട്. ആ പറയണേൽ യാതൊരു ഇതിന്റെ അകത്ത് പല ആൾക്കാരാണ് പോയത്. പൊക്കോട്ടെ, ഞങ്ങൾക്ക് സമൂഹ മാധ്യമത്തിൽ പ്രതീക്ഷപ്പെടാൻ പറ്റില്ല എന്ന രീതിയിൽ നിൽക്കുന്ന കുറച്ച് പൈസയുള്ള ആൾക്കാരുണ്ട്. അവർക്ക് ഇത് കേസിന്റെ പുറകെ പോകേണ്ട കാര്യം. സാധാരണ ജനങ്ങളുണ്ട് ഇവിടെ. പൈസ പണയം വെച്ചും സ്വർണം വെച്ചും എങ്ങനെയോ പൈസ കണ്ടെത്തി അടച്ച് 2 വീലറിന്റെ ആവശ്യത്തിലേക്ക് അയച്ച ആൾക്കാരുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ ഇത് കഷ്ടപ്പെടുന്നത്. പൈസ പോയ കുറെ ആൾക്കാർ വേണ്ടാന്ന് വെക്കുന്ന ആൾക്കാരുണ്ട്. കേസിന്റെ പുറകെ പോകണ്ട, പോയത് പോയി, ഇനി അതിന്റെ പുറകെ പോകണ്ടെന്നാണ് നമ്മളെ മലയാളികളെ സംബന്ധിച്ചൊരു പൊതുവായി ധാരണ. പോകണ്ടെന്ന് പറയുന്ന ഒരാൾക്കാർ. ഞാൻ പറയുന്നത് പൈസ എവിടെയാണ് ആ ഡീറ്റെയിൽ അതാത് പോലീസ് സ്റ്റേഷനിൽ മൂവാറ്റുപുഴ സീഡ് സൊസൈറ്റിയാണ്. സീഡ് സൊസൈറ്റി വഴി കേസ് കൊടുത്ത് നമ്മൾ പരാതി കൊടുത്ത് അതിന്റെ ടോക്കൺ കയ്യിൽ മേടിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഏതെങ്കിലും ഭാവിയിൽ മുന്നോട്ട് വരുമ്പോൾ കോടതി വിധി അനുസരിച്ച് എന്തെങ്കിലും വരുമ്പോൾ പൈസ കിട്ടാൻ തീർച്ചയായും ഓരോ ജില്ലയിലും പരാതി പ്രവാഹമാണെന്ന് പോലീസ് തന്നെ പറയുന്നു. എല്ലാ പരാതികളും കേൾക്കാൻ പോലും പറ്റാത്ത രീതിയിൽ പരാതി പ്രവാഹമാണെന്നാണ് പലയിടത്തുനിന്നും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതനുസരിച്ച് 2500 പേർ, താങ്കൾ തന്നെ അറിയുന്ന സംവിധാനത്തിൽ 2500 പേരെങ്കിലും പറ്റിക്കപ്പെട്ടിരിക്കുന്നു. തിരിച്ചെത്താം. Debate with Smriti Parathikkad.